സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ എന്ന ഭഗവത്ഗീതയിലെ മഹാസന്ദേശത്തോട് ഞാൻ തുടങ്ങട്ടെ. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും എന്റെ വിനീതമായ നമസ്കാരം. 1970കളുടെ മധ്യത്തോടെ കേരളത്തിൽ കുട്ടികൾക്കായി തുടങ്ങിയ ഒരു സംഘടനയാണ് ബാലഗോകുലം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശങ്ങൾക്ക് അനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ട് ജീവിത വിജയം നേടാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് എന്ന ബൃഹദാരണ്യകോപനിഷത്തിലെ മഹാസന്ദേശമാണ് ബാലഗോകുലം ഈ ലോകത്തിന് കാഴ്ചവെക്കുന്നത്. ബാലഗോകുലത്തിന്റെ മഹത്തായ വേദി എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എന്റെ കൊച്ചു പ്രവാസത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ പ്രസക്തിയെ പറ്റിയാണ്. നമ്മുടെ ഭാരതത്തിന് മഹത്തായ ഒരു സംസ്കാരമുണ്ട്, ബൃഹത്തായ ഒരു പൈതൃകമുണ്ട്. 4 വേദങ്ങളിലും 6 ശാസ്ത്രങ്ങളിലും 4 ഉപായങ്ങളിലും ഉപവേദങ്ങളിലും ഋഷിപ്രോക്തങ്ങളായ സൂക്തങ്ങളിലും അധിഷ്ഠിതമായ ഒരു സംസ്കാരം. ഇങ്ങനെയുള്ള ഈ ഭാരതത്തിന്റെ സന്തതികളാകാൻ അപൂർവ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. അടിയൻ ഇനിയും ഉണ്ടാം ജന്മം എന്നാൽ അതല്ല അടിമുതൽ മുടിയോളം നിന്നിലാവട്ടെ തായി എന്ന കവിവാക്യം ഞാൻ ഇവിടെ സ്മരിച്ചു പോകുന്നു. ഈ പുണ്യഭൂമിയിൽ പിറന്ന നാം ഓരോരുത്തരും നമ്മുടെ സംസ്കാരത്തിന്റെ പ്രസക്തിയെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യന്റെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ഹരിചന്ദ്രന്റെ സത്യസന്ധതയും ഹിമാന്റെ ഔന്നത്യവും ഗംഗയുടെ പരിശുദ്ധിയും ചേർന്നാണ് നമ്മുടെ സംസ്കാരം. ഈ പൗരമായ സംസ്കാരത്തെയാണ് നാം പിന്തുടരുന്നത്. പക്ഷെ ഇന്ന് മനുഷ്യനെ കാണാത്ത സ്ഥിതി വന്ന് ചേർന്നിരിക്കുകയാണ്. ഇതിന് മാറ്റം വരണമെങ്കിൽ പരസ്പര സ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും കിരണങ്ങളെ നാം ആവാഹിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുതഃ. അഗ്നി നീറ്റാത്തതായി കാറ്റണക്കാത്തതായി അത്യുഗ്ര ശസ്ത്രവും ലേശമേൽക്കാത്തതായി നിത്യരക്ഷായുധം ഒന്ന് നൽകിയില്ലയോ സത്യസാക്ഷാത്കാര ഭസ്മപുരുത്തമോ. ആ നിത്യരക്ഷായുധത്തിന്റെ തിരുനാളങ്ങൾ തീപ്പന്തങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നതാണ് ഇത്തരത്തിലുള്ള സംഘടനകളിൽ നിന്നും നാം സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നത്. നമ്മുടെ ജീവിതം ഒരു ആഴി പോലെ അനന്തമാണ്. ആ അനന്തമായ ആഴിയിൽ നിന്നും ഓരോരുത്തർക്കും ലഭിക്കുന്നത് ഒരു കൈക്കുമ്പിൾ ജലം മാത്രം. ആ കൈക്കുമ്പിൾ ജലം വിഷമയമാകാതിരിക്കണമെങ്കിൽ മനുഷ്യരിൽ സ്നേഹത്തിന്റെ കിരണങ്ങളെ നാം പാലൂട്ടി വളർത്തേണ്ടിയിരിക്കുന്നു. അസാധ്യമായത് സാധ്യമാക്കാൻ സ്നേഹത്തിന് കഴിയും. അതുകൊണ്ട് സ്നേഹിക്കുക ഉണ്ണി, നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെ സ്നേഹിക്കില്ല. ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ. സ്നേഹമാണ് നമ്മെ ത്യാഗത്തിലേക്ക് നയിക്കുന്നത്. രന്തിദേവന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരിക്കൽ രന്തിദേവനെ പത്നി സ്വന്തം രാജ്യം വെടിഞ്ഞ് ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഒരു ദിവസം കാട്ടിൽ നിന്ന് കിട്ടിയ ഒരു പിടി അരി പാകം ചെയ്ത് കഴിക്കാനായി അവർ തുടങ്ങുമ്പോഴേക്കും ഉച്ചവെയിൽ കൊണ്ട് ക്ഷീണിക്കാൻ നടന്ന ഒരു ബ്രാഹ്മണൻ അവരെ സമീപിച്ചു. വല്ലതും തരണേ എന്ന് യാചിച്ചു. ഭക്ഷണത്തിന്റെ ഒരു നല്ല ഭാഗം അദ്ദേഹത്തിന് നൽകി. തുടർന്ന് ബാക്കിയുണ്ടാകുന്ന കഴിക്കാനായി അവർ തുടങ്ങുമ്പോഴേക്കും ഒരു വേടൻ ഓടിക്കിതച്ച് അവരെ സമീപിച്ചു. വല്ലതും തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞു. ഭക്ഷണത്തിന്റെ ഒരു വലിയ ഭാഗം അദ്ദേഹത്തിന് നൽകി. തുടർന്ന് ബാക്കിയുണ്ടായിരുന്നത് ഒരു കുമ്പിൾ കഞ്ഞി മാത്രം. ആ ഒരു കുമ്പിൾ കഞ്ഞി കഴിക്കാനായി അവർ തുടങ്ങുമ്പോഴേക്കും ഒരു യാചകപാലൻ അവരെ സമീപിച്ചു. വല്ലതും തരണേ എന്ന് യാചിച്ചു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഒരു സംശയം കൂടാതെ രന്തിദേവൻ ആ ഒരു കുമ്പിൾ കഞ്ഞിയായി രാജകുമാരൻ നൽകി. അതിനുശേഷം ഈശ്വരനോട് പറഞ്ഞു, അഷ്ടൈശ്വര്യന്റെ കഞ്ഞ ഈശ്വരൻ എന്ന പദവി ഞാൻ ആഗ്രഹിക്കുന്നില്ല, മോക്ഷവും ആഗ്രഹിക്കുന്നില്ല. സകല പ്രാണികളുടെയും ദുഃഖത്തെ ഞാൻ സ്വീകരിക്കുന്നു. മറ്റുള്ളവരുടെ ദുഃഖത്തെ സ്വീകരിക്കുന്നതുകൊണ്ടാണ് മനുഷ്യർ ഇപ്പോഴും ദുഃഖമില്ലാത്തവരായിത്തീരുന്നത്. രന്തിദേവൻ ഈ പ്രാർത്ഥനയാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. ഇത്തരത്തിലുള്ള ചില ഉപദേശങ്ങൾ തൈത്തിരീയോപനിഷത്തിലുണ്ട്. സത്യം വദ, ധർമ്മം ചര, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ഈ ഉപദേശങ്ങൾ നാം ഒരിക്കലും മറക്കരുത്. ആയുഷ്കാലം പ്രയോജനപ്പെടുത്തി ജീവിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമാവൂ. ഉപദേശിക്കുന്ന വേദം നമുക്ക് അമ്മയെ പോലെ മാത്രമല്ല അമ്മയാണ്. അമ്മയെ സ്നേഹിക്കുവാനും ബഹുമാനിക്കാനും പഠിക്കുന്നതാണ് നമ്മുടെ ആദ്യത്തെ പാഠം. ഒരു ചെറിയ കഥ ഞാനിവിടെ പറയാം. മഹാഭാരതം എഴുതിയ വേദവ്യാസനോട് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ചോദിച്ചു, സ്വർഗം ഭൂമിയിൽ എവിടെയെങ്കിലും ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുണ്ടോ? വേദവ്യാസൻ പറഞ്ഞു, സ്വർഗത്തിന്റെ ഒരംശം മാത്രം ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ അമ്മയുടെ കാൽപാദങ്ങളിലാണ്.
അതുകൊണ്ട് നമ്മുടെ അമ്മയുടെ കാൽപാദങ്ങൾ തൊട്ട് വന്നിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ ഓരോ ദിവസത്തിനെയും തുടക്കം. അമ്മയെ സ്നേഹിക്കുന്ന നാം ഓരോരുത്തരും ശങ്കരാചാര്യരുടെ മാതൃപഞ്ചകം വായിച്ചറിയേണ്ടതാണ്. അതിൽ അമ്മയെ പറ്റി 5 ശ്ലോകമാണുള്ളത്. മാതൃദേവോ. അതുപോലെ തന്നെയാണ് പിതാവ്. ഏതൊരു സ്ഥാനത്തായാലും വളരെയധികം ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് പിതാവ്. ഒരു ചെറിയ കഥ ഞാനിവിടെ പറയാം. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കന്റെ അച്ഛൻ ഒരു ചെരുപ്പൂത്തിയായിരുന്നു. ലിങ്കൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന വേളയിൽ ഒരു സെനറ്റർ അദ്ദേഹത്തെ കളിയാക്കാനായി ചോദിച്ചു, താങ്കളുടെ അച്ഛൻ ഒരു ചെരുപ്പൂത്തിയായിരുന്നു അല്ലേ? നമ്മളാണ് ആ അവസരത്തിൽ നാം ചൂളിപ്പോയത്. പക്ഷെ എബ്രഹാം ലിങ്കൻ പറഞ്ഞു, ഈ നല്ല അവസരത്തിൽ എന്റെ അച്ഛനെ ഓർമ്മിച്ചതിന് നന്ദി. എന്റെ അച്ഛൻ ഒരു നല്ല ചെരുപ്പൂത്തിയായിരുന്നു. പക്ഷെ അത്രയും നല്ലൊരു പ്രസിഡന്റ് ആവാൻ എനിക്ക് കഴിയുമോ എന്നതാണ് എന്റെ സംശയം. അതുകൊണ്ട് നാം നമ്മുടെ പിതാവിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ പഠിക്കണം. പിതൃദേവോ. ഇനി നമുക്ക് ഗുരുസങ്കല്പം നോക്കാം. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഏതൊരു വിദ്യ അഭ്യസിച്ചാലും ഗുരുകടാക്ഷം കൂടാതെ ജന്മസാഫല്യം ലഭിക്കുകയില്ലെന്ന് രാമപുരത്ത് വായർ കുജയവൃത്തം വഞ്ചിപ്പാടിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് മഹാഭാരതത്തിലെ കർണൻ. ഗുരുകടാക്ഷം കൂടാതെ ലക്ഷ്യത്തിലെത്താതെ പോയവനാണ് കർണൻ. അതുകൊണ്ട് നാം നമ്മുടെ ഗുരുവിനെ സ്നേഹിക്കുവാനും ബഹുമാനിക്കാനും ആദരിക്കാനും പഠിക്കണം. തത്വമസി എന്ന് ഉപദേശിക്കുകയും അഹം ബ്രഹ്മോസ്മിയെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു ഗുരുശിക്ഷ പരമ്പരയാണ് നമ്മുടെ ഭാരതത്തിലേത്. ആചാര്യദേവോ. ഭാരതീയ ചിന്ത പ്രകാരം മനുഷ്യന്റെ മനസ്സിന്റെ വളർച്ചയ്ക്ക് പടിപടിയൽ ക്രമമുണ്ട്. അത് നാം അറിഞ്ഞിരിക്കണം. സ്വയഹിതം, സ്വജനഹിതം, പരജനഹിതം, ബഹുജനഹിതം, സർവജനഹിതം. സ്വയഹിതം എന്നാൽ നമ്മുടെ നന്മ, സ്വജനഹിതം എന്നാൽ നമ്മുടെ കുടുംബത്തിന്റെ നന്മ, പരജനഹിതം എന്നാൽ അന്യജനങ്ങളുടെ നന്മ, ബഹുജനഹിതം എന്നാൽ കുറെ അധികം ജനങ്ങളുടെ നന്മ, സർവജനഹിതം എന്നാൽ എല്ലാ ജനങ്ങളുടെയും നന്മ. പക്ഷെ ഇന്നത്തെ തലമുറ സ്വഹിതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. കാരണം ഇന്നൊരു സെൽഫി ജനറേഷനാണ്. പണ്ടൊക്കെ മറ്റൊരാളുടെ ചിത്രം കണ്ട് എന്ത് ഭംഗി നിന്നെ കാണാൻ എന്ന് പറഞ്ഞ തലമുറയിൽ നിന്നും ഇപ്പോൾ ഒരു സെൽഫി എടുത്ത് എന്ത് ഭംഗി എന്നെ കാണാൻ എന്ന് പറഞ്ഞ തലമുറയിൽ വന്നിരിക്കുകയാണ്. പക്ഷെ അത് പോരാ. നാം നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ഇഷ്ടത്തിലൂടെ വില കൽപ്പിക്കണം. അതുകൊണ്ട് നാം സ്വഹിതത്തിൽ നിന്നും സർവജനഹിതത്തിലേക്ക് വരണം. ഇനി നമുക്ക് നമ്മുടെ സംസ്കാരത്തിന്റെ 2 നെടുന്തൂണുകളായ ഇതിഹാസങ്ങളെ പറ്റി മനസ്സിലാക്കാം. എന്താണ് ഇതിഹാസങ്ങൾ? ധർമാർത്ഥ കാമ മോക്ഷാനാം ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രദക്ഷതേ. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ ഉപദേശിക്കുന്ന കഥായുക്തമായ പൂർവചരിത്രമാണ് ഇതിഹാസം. കറയറ്റ ഹിമാലയഗിരി ശൃംഗമെന്നും തെളിവുറ്റ അനന്തനീല സാഗരമെന്നും വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ ഇതിഹാസങ്ങളെ നാം വായിക്കണം, പഠിക്കണം. ഒരു ഉത്തമനായ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് രാമായണം എന്ന ഇതിഹാസം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാധവന്റെ ജനങ്ങളോട് പുത്രധർമ്മം അനുഷ്ഠിച്ചവൻ, ഒരു ഭൂതന്മാരോട് ശിഷ്യധർമ്മം അനുഷ്ഠിച്ചവൻ, ശത്രുവിനോട് ശത്രുധർമ്മം പോലും അനുഷ്ഠിച്ചവൻ, ശത്രുവിന് ക്ഷീണമുണ്ടെന്ന് കണ്ട തഞ്ചന്മാർക്കെടുത്ത് കൊല്ലുകയില്ല, വിശ്രമിച്ചിട്ട് തിരികെ വരാൻ അനുവദിച്ചവൻ. അതായിരുന്നു ശ്രീരാമൻ. കടം വരെ നീണ്ടുകിടക്കുന്ന ഈ രാജ്യം മുഴുവനും അനായാസം കൈക്കലാക്കാമെങ്കിലും അധർമ്മം വഴി ഇന്ദ്രപദം പോലും മോഹിക്കാത്ത സംസ്ഥാനം. അതാണ് രാമായണം മാനവരാശിക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്ന മനോഹരമായ ചിത്രം. ആ ചിത്രമാണ് നാം സ്വായത്തമാക്കിയിരിക്കുന്നത്. രാമായണം എന്ന മഹത്തായ തടാകത്തിലെ മലയാളമാണ് ഭരതൻ. കൊതുകിന്റെ ശ്വാസവേഗത്തിൽ മഹാബലി പറന്നു പോയെന്ന് വരാം. എങ്കിൽ പോലും ഭരതന് രാജമതം ഉണ്ടാവുകയില്ല എന്നതാണ് രാമായണം പറയുന്നത്. രാമായണത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു ഭാഗമുണ്ട്. അതായത് രാമനൊപ്പം വനവാസത്തിന് പുറപ്പെടാനായി തയ്യാറായിരിക്കുന്ന ലക്ഷ്മണനോട് അമ്മ സുമിത്രാദേവി പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം. രാമം ദശരഥം വിത്തി മാം വിത്തി ജനകാത്മജ അയോധ്യ മടവിയും വിത്തി ദക്ഷതാദേവദാസു. അധ്യാപനമായ വെളിപ്പാടിലൂടെ എഴുത്തച്ഛൻ വളരെ ലളിതമാക്കിയിട്ടുണ്ട്. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രജൻ നടന്നുകൊള്ളണം ബിരിയാണി. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടെ നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെ നിറച്ചുകൊള്ളും, പിന്നെ അയോധ്യയെ നോർത്തിയിൽ അടങ്ങി. അതായത് ജ്യേഷ്ഠനെ അച്ഛന് തുല്യവും ജ്യേഷ്ഠത്തെ അമ്മയെ അമ്മയ്ക്ക് തുല്യവും അടവിയെ അയോധ്യക്ക് തുല്യവുമായി കാണാനാണ് സുമിത്രാദേവി ലക്ഷ്മണനെ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ലക്ഷ്മണൻ മാത്രമല്ല, ആ ഓരോരുത്തരും മനസ്സിലാക്കണം. രാമായണത്തിൽ വളരെ മനോഹരമായ ഒരു ഭാഗമുണ്ട്. അതായത് ലക്ഷ്മണോപദേശം. അതികോപിഷ്ഠൻ നിൽക്കുന്ന ലക്ഷ്മണനോട് രാമൻ കൊടുക്കുന്ന ഉപദേശം. ചക്ഷുശ്രവണ കളസ്ത്രമാന്തർദൂരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ
കാലാവിനാപരിഹൃതമാനവും മാനോലയ ഭോഗങ്ങൾ തീർന്നു. അതായത് അൽപാത്മായ പാമ്പിനാൽ വിഴുങ്ങപ്പെട്ടുകൊണ്ടിരുന്ന തവള അപ്പോഴും സ്വന്തം ഭക്ഷണത്തിന് വേണ്ടി തേടുന്നത് പോലെ കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അപ്പോഴും സ്വന്തം സുഖഭോഗങ്ങൾ തേടുന്നു. ഈ ഭൂമിയിൽ വളരെ കുറച്ചു കാലം മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യന്റെ അവസ്ഥ വളരെ ദയനീയകരമാണ്. അതുപോലെ തന്നെയാണ് പ്രപഞ്ച സമാനമായ മഹാഭാരതം. ഭാരത സംസ്കാരത്തിന്റെ അക്ഷയതീയമായ മഹാഭാരതം. ഭാരത സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവൻ മഹാഭാരതം വായിക്കണം. ആ ദിവ്യ രസായനം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നിത്യവും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പുരുഷതൃത്വമായി മഹാഭാരതം ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന പുരുഷതൃത്വത്തിൽ വിജയം കൈവരിക്കാൻ നമ്മുടെ മനസ്സിനെ 5 നിലകളാകുന്ന കുതിരകൾ പിടിച്ചു വലിക്കുന്ന ഒരു തേരാശം കൽപ്പിക്കുക. ആ തേരിനെ നയിക്കാൻ ഒരു ജ്ഞാനിയായ പേരാളിയായി നാം സ്വയം മാറുക. അപ്പോൾ ഈ ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കാനാകും. മറിച്ചായ അപകടം നിശ്ചയം, മരണം. മഹാഭാരതത്തിൽ കുരുക്ഷേത്രയുദ്ധം ആരംഭം കുറിച്ച നാൾ ദുര്യോധനൻ സ്വമാതാവായ ഗാന്ധാരുടെ അടുക്കൽ ആശീർവാദം തേടി അന്തഃപുരത്തിലേക്ക് വന്നു. അമ്മയുടെ കാതൊട്ട് വന്നിച്ച മകന്റെ നെറുകെ കൈവച്ചുകൊണ്ട് ആ മാതാവ് പറഞ്ഞത് വിജയിഭവ എന്നായിരുന്നു. യഥോധർമ്മ സ്ഥലോയ എന്നായിരുന്നു. അതായത് ധർമ്മം വിജയിക്കട്ടെ. തന്റെ മക്കൾ ഓരോരുത്തരെ മരിച്ചു വീഴുന്ന വാർത്ത കേട്ടിട്ടും സ്വന്തം മകൻ പരാജയത്തിൽ പഠിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞിട്ടും ആ വാക്കിന് മാറ്റം ഉണ്ടായിരുന്നില്ല. മാതാവ് ഒരിക്കൽ പോലും എനിക്ക് വിജയം നേടാഞ്ഞിട്ടും യുദ്ധം നീണ്ട 18 ദിവസവും അമ്മയുടെ കാലത്ത് വന്നിക്കാതെ തുടിക്കുന്നത് പറഞ്ഞിറങ്ങിയിരുന്നില്ല. പതിവതാരംഗമായ തന്റെ ഒരു ആശീർവാദം മതി മകനെ വിജയിപ്പിക്കാമെന്ന് അറിഞ്ഞിട്ടും ധർമ്മം വിജയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ മാതാക്കന്മാരുടെയും സ്വന്തം പരാജയം ഉറപ്പാക്കിയിട്ടും ഒരു നാൾ പോലും എനിക്ക് വിജയം നേടാൻ അമ്മയുടെ കാലത്ത് വന്നിക്കാൻ മടി കാണിക്കാത്ത പുത്രന്മാരുടെയും പരമ്പരയാണ് നമ്മുടെ ഭാരതത്തിന്റെ. അത്രയും മഹത്വം പ്രശസ്തമായ സംസ്കാരമായിരുന്നു നമ്മുടെ. എന്നിരുന്നാലും ഇന്നത്തെ തലമുറ നമ്മുടെ സംസ്കാരത്തെ കഴിഞ്ഞ് പെരുമാറുന്നു. ഈശ്വരൻ ഒരു യാഥാർത്ഥ്യമോ കേവലം ഒരു വിശ്വാസമോ എന്നിവരെ സംശയിക്കുന്നു. ഇതിന് മാറ്റം വരണമെങ്കിൽ നമ്മുടെ സംസ്കാരം സുരക്ഷിതമായിരിക്കണമെങ്കിൽ സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ, ന്യായത്തിന്റെ ആദർശക്കേട്ടൊരു തലമുറ, അതാണ് നമ്മുടെ കാലഘട്ടത്തിന് ആവശ്യം. പി.കെ. ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന പ്രശസ്ത ഗ്രന്ഥത്തിൽ കുറിച്ചിട്ട വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. സഹസ്രയുഗങ്ങളായ തന്റെ വർഷത്തിൽ നിന്നും നിത്യയുടെ സൂര്യബിംബത്തെ ആകാശത്തേക്ക് തൊടുത്തുവിടുകയും പ്രപഞ്ചത്തിന്റെ അവിരാമമായ പ്രത്യക്ഷ പ്രക്രിയയ്ക്ക് ശ്രുതികൾക്ക് പ്രവഹിക്കുകയും ഹിമോദ്ഗിരിയുടെ കല്ലിഞ്ഞ് വാർന്ന കണ്ണീരിനെ ദുഃഖാതനായ മനുഷ്യൻ വാർക്കുന്ന കണ്ണീരിനോട് കൂട്ടിക്കലർത്തി പ്രവഹിക്കുകയും ചെയ്യുന്ന ഒരു ഗംഗാ പ്രവാഹം പോലെ നിർമ്മലമായ മനസ്സുള്ള തലമുറയാണ് ആവശ്യം. അതുകൊണ്ട് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യതരാണ്. നന്ദി.